അർച്ചന റോസ്ലി ബംഗ്ലാവിൽ സുരക്ഷിതയായിരിക്കുമെന്ന് ഫൈസി. കുഞ്ഞിനെ കിട്ടിയെന്ന് അർച്ചനയുടെ വീട്ടിൽ അറിയിച്ചാൽ അർച്ചന താനെ പുറത്തു വരുമെന്ന് നടരാജൻ വിശ്വനാഥനോട് പറയുന്നു. അർച്ചനയെ കരുവാക്കി നിരഞ്ജനയ്ക്കെതിരെ തന്ത്രങ്ങൾ മെനയാൻ ഭാമിനിയുടെ നീക്കം. അർച്ചനയുടെ കുഞ്ഞിനെ കണ്ടെത്തിയതായി CI സുരേന്ദ്രൻ അമ്പാടി വീട്ടിൽ അറിയിക്കുന്നു. പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന് പറയുന്ന അർച്ചനയുടെ കുഞ്ഞിനെ സ്വീകരിക്കാൻ രാജപ്പൻ വിശ്വനാഥനോട് പറയുന്നതോടെ അർച്ചനയെ കണ്ടെത്താനുള്ള വിശ്വനാഥന്റെ തന്ത്രങ്ങൾ പാളുന്നു. ആ കുഞ്ഞുമായിട്ട് അവൾ ഇങ്ങോട്ട് വന്നതിൽ എന്തോ കാര്യമുണ്ട്. നിരഞ്ജന മൂന്നാറിൽ ഒളിച്ച് താമസിക്കുന്നതിന്റെ രഹസ്യം അറിയണമെന്ന് ഭാമിനി. ഒളിവ് ജീവിതം അല്ലേടി അവക്ക്. ഭാമിനിയുടെ ലക്ഷ്യം കുഞ്ഞാണെന്ന് അർച്ചനയ്ക്ക് സംശയം. രാത്രി മഴ തുടരുന്നു. എന്റെ ഏറ്റവും വലിയ സംശയം നിരഞ്ജനയാണോ ആ കുഞ്ഞിന്റെ അമ്മയെന്ന്. ആശാനെ സൂക്ഷിച്ചു പതുക്കെ. പേടിച്ച പോലെ ഒന്നുമില്ല മക്കളെ. അച്ഛന്റെ കാല് മുറിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. നടക്കാൻ പറഞ്ഞു അച്ഛാ? നടക്കാനൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ കുറച്ച് ചൂട് വയ്ക്കാന്ന് മാത്രം. എനിക്കിപ്പോ അത് മതി. ഒരേ കിടപ്പ് കിടന്ന് മടുത്തു. കൂടുതൽ നേരം നിൽക്കണ്ട. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അകത്തോട്ട് പോവാ ആശാനെ. കുറച്ചു നേരം ഞാൻ എൻ്റെ വീട്ടുമുറ്റത്ത് നടക്കട്ടടാ. അവരെന്താ തിരിച്ചു വരുന്നത്? അത് രമേശന്റെ ജീപ്പാണല്ലോ, വേറെ ആരോ ആണ്. സാറുമാരാണല്ലോ ആശാനെ. വരട്ടെ, അറിയിക്കാനുള്ളതെല്ലാം അറിയിച്ചിട്ട് പറഞ്ഞു വിട്ടാൽ മതി. ഗുണ്ടകളായിട്ടാ വരവ്. എന്താ സാറേ, കൊച്ചിനെ കൈ കിട്ടില്ലേ? ഇനിയിപ്പോ തള്ളയും കൂടി വേണമെന്നാണോ? ഓ, നീ അങ്ങ് ആളായി പോയല്ലോടാ. അതെ സാറേ, ഇതെന്റെ രണ്ടാം ജന്മോ. പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ രാജപ്പനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത്. രാജപ്പൻ ഞങ്ങളുടെ കൂടെ വാ, തിരിച്ചുകൊണ്ട് വിടാം. ഇനി എന്താ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്? ഒന്നുമില്ല. കൊച്ചിനെ നിങ്ങൾ കിട്ടിയതോടെ എല്ലാം അവസാനിച്ചു. അങ്ങനെ ഒന്നും അവസാനിക്കില്ല. അവസാനിക്കണമെങ്കിൽ അർച്ചനയെ നീ എന്റെ മുന്നിൽ കൊണ്ടുവരണം. നിനക്കറിയാം അവൾ അവിടെ ഉണ്ടെന്ന്. അതിലെന്താ സംശയം? എന്റെ മോൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ തന്നെ അവളെ അവിടെ കൊണ്ട് നിർത്തിയത്. അവളെ ഞാൻ നിങ്ങൾക്ക് പിടിച്ചു തരണോ? അവളോട് ആരാ നിങ്ങൾ? പിടിച്ച് കേട്ടടാ അവനെ. അതിന് ചങ്കൂറ്റുണ്ടെങ്കിൽ എന്റെ ആശാന്റെ ദേഹത്തും തൊട്ടുവെക്ക്. പിന്നെ നീയൊന്നും റോസ്മല വിട്ട് പോകൂല. SP-യും കോപ്പൊന്നും എനിക്കൊരു വിഷയമല്ല. ധൈര്യമുള്ളവരുണ്ടെങ്കിൽ മുന്നോട്ടോടാ. നിങ്ങൾ എവിടുത്തെ SP-യാ? ഒരു പാവപ്പെട്ട കുടുംബത്തിൽ കയറി കസർത്ത് കാണിക്കാനേ ആരാ നിങ്ങൾക്ക് അധികാരം തന്നെ? നിർത്തടാ. സംസാരിക്കുന്നത് ആരോടാണെന്ന് നിനക്കറിയില്ല. നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയി. ഇത് റോസുമലയാ. മലയെ കയറി വന്ന് വേണ്ടാതിനെ കാണിച്ചാലേ ആരും വന്നതുപോലെ പോകത്തില്ല. വിരട്ടാടാ. എന്നെ വിരട്ടാൻ വന്ന നീ ഒന്നും ഭൂമിക്ക് മേലെ കാണില്ല. നിങ്ങൾ എന്തിനാ എൻ്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. ഞാനും എൻ്റെ കുടുംബവും തനിച്ചല്ലേ സാറേ. മോളെ, ആ കടലാസം കൊണ്ടുവാ. സാധാരണ ഒരുത്ത ഒരു പെണ്ണിനെ ചതിച്ചാൽ അവളും വീട്ടുകാരുമാ അവന്റെ വീട്ടുമുറ്റത്ത് വന്ന് സത്യാഗ്രഹം ഇരിക്കുന്നത്. ഇവിടെ ഒരു പാവം പെണ്ണിനെ ചതിച്ച് കൊച്ചിനെയും കൊടുത്തത് പോരാ, അവളെ കൂടെ കൊന്നു തിന്നണം. ഇനിയേ ഞങ്ങളിത് വിടത്തില്ല. ഇതെന്താണെന്നറിയോ സാറേ? ഈ ഗ്രാമത്തിലെ 10-200 പേര് ഒപ്പിട്ട മാസ് പെറ്റീഷനാണ്. ഒരു കോപ്പി നിങ്ങൾക്ക് തരാൻ വേണ്ടി മാറ്റിവെച്ചതാ. വക്കീലത്ത് വായിച്ചു കൊടുക്ക്. നിങ്ങളുടെ മോൻ പാവപ്പെട്ട വീട്ടിലെ പെണ്ണിനെ കെട്ടാമെന്ന് വന്ന് ചതിച്ചത് മുതൽ നിങ്ങളുടെ ആളുകൾ ഇവിടെ കയറി വന്ന്
ഈ പിള്ളേരെ പിടിച്ചോണ്ട് പോകാൻ ശ്രമിച്ചതുവരെയുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതേ രായപ്പൻ ഇറങ്ങി ഒപ്പിടിച്ചതല്ല, ഞങ്ങൾ നാട്ടുകാർ യോഗം ചേർന്നെടുത്ത തീരുമാനമാണ്. ജനം അറിഞ്ഞാലേ ഇരച്ചിങ്ങി പോരും. സാറന്മാരെ സ്ഥലം വിടാൻ നോക്ക്. പെറ്റീഷൻ വഴി എത്തേണ്ടടുത്ത് എത്തിക്കോളൂ. പിന്നെ അർച്ചന ഇവിടെ വരും. ഈ നാട്ടുകാർ അവളെവിടെ കൊണ്ടുവരും. മാന്യമായ ജോലി ചെയ്ത് അവൾ ഈ നാട്ടിൽ ജീവിക്കും. നിങ്ങളൊന്നും അവളെ ഇനി തൊടത്തില്ല. തൊട്ടാലേ കൈ പൊള്ളു. വക്കീലത് കൈവച്ചോ? കൊടുക്കുന്നതിന് മുമ്പ് ഒരു കോപ്പി നിങ്ങൾക്ക് തരണമെന്ന് ഞാൻ കരുതിയതാ. അളിയൻ വാ. ഒന്ന് നിന്നേ. പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് പോയാൽ മതി. ഇനി എനിക്കോ എൻ്റെ മക്കൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങളായിരിക്കും. എല്ലാം അവസാനിപ്പിച്ചാൽ പോകുന്നതെങ്കിൽ ഞാൻ പിന്മാറാം. നിങ്ങളുടെ മോൻ്റെ കൊച്ചിനെ നിങ്ങൾ ഏറ്റുവാങ്ങിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ വരുമെന്ന് കാത്തിരിക്കണ്ട. സാർ എന്ന് മോൻ്റെ കുഞ്ഞിനെ ഏറ്റുവാങ്ങ്. പക്ഷേ അവിടെ കൊണ്ട് സാറല്ല അവസാനിപ്പിച്ചോണ്ട്. കാലം പഴയതൊന്നുമല്ല. എന്നാലേ അളിയന്മാർ വിട്ടോ. പക്ഷേ പോന്ന വഴിക്ക് രായപ്പനെയും കുടുംബത്തെയും മറന്നേക്കണം. അർച്ചന എവിടെയുണ്ടെന്ന് രാജപ്പൻ ഇനി പറയാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ അയാളെ കൊണ്ട് നമുക്കത് പറയിപ്പിക്കാനും പറ്റില്ല. ഇനി വിട്ടുകളയുക വഴിയുള്ളൂ. ഞാൻ എങ്ങനെ വിട്ടുകളയും നടരാജ? അവളുടെ കുഞ്ഞിനെയാ നിരഞ്ജന വളർത്തുന്നത്. ആ കുഞ്ഞിന് രണ്ടമ്മമാർ വേണ്ട. അമ്മയായിട്ട് ഒരാൾ മാത്രം മതി. അത് സുധിയുടെ ഭാര്യ തന്നെയായിരിക്കണം. രാജപ്പൻ പറഞ്ഞതെന്താ? പോലീസ് സംരക്ഷണയിലുള്ള കുഞ്ഞിനെ വേണമെങ്കിൽ നമ്മൾ ഏറ്റുവാങ്ങണമെന്ന്. എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? പോലീസ് അറിയിച്ചത് കള്ളക്കഥയാണെന്നല്ലേ? അവന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത് അത് തന്നെ. പോലീസ് ഒരു കാര്യം ചെന്ന് അറിയിക്കുമ്പോൾ അതിന്റെ വാസ്തവം എന്താണെന്ന് അന്വേഷിക്കാൻ പോലും അവളോ ആ വീട്ടുകാരോ തയ്യാറായില്ല. അവിടെയാണ് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടുന്നത്. ഒരു കത്തിൽ വിശ്വാസം അർപ്പിച്ച് ഒരമ്മയ്ക്കും ജീവിക്കാനാവില്ല. അങ്ങനെ ജീവിക്കണമെങ്കിൽ അവൾക്ക് ആ കുഞ്ഞിനെ മറക്കാൻ കഴിയണം. അർച്ചനയ്ക്ക് അതിന് കഴിഞ്ഞിട്ടുണ്ടാവും. കുറെ അനുഭവിച്ചതല്ലേ. ഇനി അതിന്റെ പിന്നാലെ പോകണ്ടെന്ന് അവൾ കരുതിയ പോരെ? ഒരിക്കലും അങ്ങനെ ഒരു മനസ്സ് ആ പെണ്ണിനുണ്ടാവില്ല. അവൾക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ കുഞ്ഞിനെ ആവശ്യപ്പെട്ട് അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവില്ലായിരുന്നു. അന്നേ അവളത് മറന്നു കളഞ്ഞേനെ. പുനലൂരിലെ ആ ഡോക്ടറെ സപ്പോർട്ടായിരുന്നു അവൾക്ക് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പൊ അവരെ കൂടാതെ അർച്ചനയെ നിയന്ത്രിക്കുന്ന വേറെ ആരോ കൂടിയുണ്ട്. അതത്ര നിസ്സാര കാര്യമല്ല. പോലീസ് കുഞ്ഞിനെ കണ്ടെത്തിന്നറിഞ്ഞിട്ടും അവൾ മുന്നോട്ട് വരാതിരിക്കണമെങ്കിൽ നല്ല സ്വാധീനമുള്ള ആരെങ്കിലും പിന്നിലുണ്ടായിരിക്കും. നമ്മുടെ നീക്കങ്ങൾ അവരറിയുന്നുണ്ട്. കുറച്ച് കരുതൽ വേണം. പവറല്ല നമ്മളിനി പ്രയോഗിക്കേണ്ടത്, ബുദ്ധിയാ. രാജപ്പന് മാത്രമല്ല, ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം അർച്ചന എവിടെയുള്ളതെന്ന്. ആ വീടുമായി അവൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാതിരിക്കുമോ? ആരുടെ സംരക്ഷണയിൽ അവൾ എവിടെ ജീവിച്ചാലും നമ്മൾ അവളെ കണ്ടെത്തിരിക്കും. അളിയൻ ആഗ്രഹിക്കുന്ന പോലെ സുധിയുടെ കുഞ്ഞിന് ഒരമ്മ മതി. അളിയൻ വാ, വണ്ടി കയറി. വിയർത്ത് തുടങ്ങി. ഇനി പനി കുറയും. ആലീസ് മുറിയിലേക്ക് പോയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. മോൻ പനിച്ചു കിടക്കുമ്പോ എനിക്ക് എങ്ങനെ മുറിയിൽ പോകാൻ കഴിയും? നിരഞ്ജന ഉറങ്ങിയല്ലേ? മാഡത്തോട് കിടന്നോളാൻ ഞാൻ തന്നെയാ പറഞ്ഞത്. രണ്ടുപേരും ഉറങ്ങാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. മോന്റെ പനി കുറഞ്ഞിട്ടേ പോവൂന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും കുഞ്ഞിന്റെ അമ്മയല്ലേ കിടന്നുറങ്ങുന്നത്? അങ്ങനെ പറയരുത് മാഡം.
നിരഞ്ജന മാഡത്തിന്റെ ടെൻഷൻ എനിക്കേ അറിയൂ. കിടന്നോളാൻ നിർബന്ധിച്ചത് ഞാനാ. മാഡത്തിനിങ്ങനെ ഉണർന്നിരുന്ന ശീലമില്ലല്ലോ. മോന് പനി കുറഞ്ഞല്ലോ, ഇനി ആലീസ് പോയി കിടക്ക്. സാരമില്ല, പനി ശരിക്കും കുറയട്ടെ. എന്നിട്ട് മാഡത്തെ വിളിച്ചുണർത്തിയിട്ട് ഞാൻ പൊയ്ക്കോളാം. പേടിക്കാനൊന്നുമില്ലെന്ന ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞത്. 2 ദിവസം കൂടി പനിക്കും അത്രേ. എന്നാലും ഇവന്റെ അവസ്ഥ കാണുമ്പോൾ സങ്കടം വരും. നിരഞ്ജന, വേണ്ട മാഡം, വേണ്ട. നിരഞ്ജന മാഡം ഉറങ്ങിക്കോട്ടെ. 4 മണിയാവുമ്പോൾ ഞാൻ മാഡത്തെ വിളിച്ചുണർത്തിയിട്ട് പോവാം. പിന്നെ മാഡം ഉറങ്ങാതെ ഇരുന്നോളും. മാഡം ചെല്ല. ഇനി ആലീസിനോട് ഞാൻ എന്തു പറയാനാ? എന്താ ജയന്തി? വിഷുട്ട് എഴുന്നേറ്റോ? ആ, എറണാകുളത്ത് നിന്ന് ഇന്നലെ എപ്പോ എത്തി? രാത്രി കുറെ വൈകി. എന്നെ ഇവിടെ നിർത്തി വിഷുവേട്ടൻ പോയത് എറണാകുളത്തേക്കല്ലെന്ന് എനിക്കറിയാം. ഏട്ടനെയും കൂട്ടി പോയത് റോസ്മലയിലേക്കായിരുന്നില്ലേ? ജയന്തിയോട് ആരാ പറഞ്ഞേ? ഞാൻ വീട്ടിലുണ്ടെന്ന വിശ്വാസത്തിൽ രാത്രി എന്നെ ഗീത വിളിച്ചിരുന്നു. ഓ, ഏട്ടൻ റോസ്മലയിലേക്ക് പോകുന്ന കാര്യം നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്നത് ഗീത കേട്ടു. അർച്ചനെ വിശ്വേട്ടൻ കണ്ടെത്തി അടങ്ങുന്ന എനിക്ക് മനസ്സിലായി. എന്നെ മറച്ചുവെച്ചുള്ള ഈ നീക്കം ഞാൻ സമ്മതിച്ചു തരില്ല. എനിക്ക് നന്നായിട്ടറിയാം അർച്ചനെ കൈ കിട്ടിയ നിങ്ങൾ എന്ത് ചെയ്യുന്നു. ഇന്ന് ഈ വേദനകളൊക്കെ ഞാൻ അനുഭവിക്കുന്നതിന് കാരണം വിശ്വേട്ടൻ അറിയാലോ. സുധിയുടെ കല്യാണത്തലേന്ന് അർച്ചന അവനെ വിളിച്ചത് നിങ്ങൾ രണ്ടുപേരും എന്നിൽ നിന്ന് മറച്ചുവെച്ചു. അതിനുള്ള ശിക്ഷയാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്. അവന്റെ കുഞ്ഞുമായി ഒരു പെണ്ണ്, ഭാര്യയായി വേറൊരു പെണ്ണ്. ഇത് ശിക്ഷയല്ലാതെ മറ്റെന്താ? അത് പിന്നെ അവളെവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണമെന്ന് കരുതി പോയതാ. എന്നിട്ട് എന്തായി? എന്തെങ്കിലും വിവരം കിട്ടിയോ? വിശ്വേട്ടൻ വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ആളാ. സ്വന്തം നിലയും വിലയും കളഞ്ഞ് അവിടെ പോവാൻ പാടില്ലായിരുന്നു. അർച്ചന ഒരു കാലത്ത് നമുക്കൊരു ഭീഷണിയാവില്ല വിശ്വേട്ട. അവൾ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ. കുഞ്ഞു സുധിക്കൊപ്പമാണെന്ന് അറിഞ്ഞാൽ തന്നെ അവള് പിന്മാറും. അതെനിക്ക് ഉറപ്പുണ്ട്. വിശ്വേട്ട അന്വേഷിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞ കേക്കില്ലെന്ന് എനിക്കറിയാം. അഭിമാനം കളഞ്ഞ് ഇനി അവരുടെ വീട്ടിൽ പോവരുത്. നീ ഒന്ന് നിർത്ത. ഇതൊക്കെ നിരഞ്ജന കേട്ടാ ഞാൻ ഈ ചെയ്യുന്നൊക്കെ വെറുതെ ആവും. ഞാൻ നാളെ വരാം. മോന് ചെറിയൊരു പനിയുണ്ട്. വിശ്വേട്ടൻ നാളെ വണ്ടി വിട്ടാ മതി. ശരി, നീ വച്ചോ. അച്ചുവേച്ചിയാണോ? ഹലോ അച്ചുവേച്ചി. മോളെ, ഇന്നലെ എത്ര വട്ടം വിളിച്ചെന്നോ? ഒരത്യാവശ്യം വന്നാ അച്ചുവേച്ചിയെ ഫോണിൽ കിട്ടില്ല. എന്താ അച്ചുവേച്ചി ഇങ്ങനെ? ഞങ്ങൾക്ക് സങ്കടമുണ്ട് കേട്ടോ. ഫോൺ സൈലന്റിലായിരുന്നു മോളെ. കടുത്ത തലവേദന വന്നപ്പോ ഒരു ടാബ്ലറ്റ് കഴിച്ച് നേരത്തെ കിടന്നു. അച്ചുവേച്ചിയുടെ ഫോൺ ഏതു നേരവും സൈലന്റാ. ഞങ്ങൾ ഇന്നലെ രാത്രിയൊന്നുമല്ല വിളിച്ചത്. നീ കാര്യം പറ. എന്താ മോളെ, നീ കാര്യം പറ. ഇന്നലെ ആ SP-യും അയാളുടെ അളിയനും കൂടി അച്ചുവേച്ചി അന്വേഷിച്ച് ഇവിടെ വന്നു. കുറെ ഗുണ്ടകളും ഉണ്ടായിരുന്നു. അച്ചുവേച്ചിയുടെ പേരും പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വരരുതെന്ന് അച്ഛൻ പറഞ്ഞു. നാട്ടുകാർ കൂടിയപ്പോൾ അവര് പോയി. നിങ്ങളത് കാര്യമാക്കണ്ട. ഫോണിങ്ങതാ. അച്ചുവേച്ചി മൂന്നാറിലുണ്ടെന്ന് അവർക്കിപ്പോഴും അറിയില്ല. രേവതി പറയും മുമ്പേ ഞാൻ ആ വിവരം അറിഞ്ഞു. അച്ചുവേച്ചി ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. ഇനി പറ. സുധയുടെ അമ്മ അയാളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞങ്ങൾ എന്തു പറഞ്ഞാലും അച്ചുവേച്ചി കേൾക്കില്ലല്ലോ. മോന് നല്ല പനിയായിരുന്നു മോളെ, അതാ ഇന്നലെ വിളിക്കാതിരുന്നത്. ആ പിന്നെ കാശ് ഉടനെ ഞാൻ അയക്കാം. എനിക്കിപ്പോ കാശിന്റെ കാര്യമല്ല കേൾക്കേണ്ടത്.
ഇനി അവിടെ നിൽക്കാതെ അച്ചുവേച്ചി എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. ഇതാ നിനക്കും പറയാനുള്ളതെങ്കിൽ എനിക്ക് സങ്കടം വരും. അച്ചുവെച്ച ശരിക്കും അറിയുന്നവളല്ലേ മോളെ നീ? അച്ചുവേച്ചി എന്തിനേക്കാളും വലുത് ജീവനല്ലേ? എനിക്ക് വലുത് എന്റെ മോനല്ലേ മോളെ? ആരോ വാതിൽ തട്ടുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. അച്ചുവേച്ചി വാതിലടച്ച് നീ ആരോടാ ഫോണിൽ സംസാരിക്കുന്നേ? വീട്ടിൽ നിന്ന് അനിയത്തിയായിരുന്നു മാഡം. നേരത്തെ എന്തായിരുന്നു ജയന്തി അവിടെ സംസാരിച്ചത്? അത് മോന് പനിയാണെന്ന് ജയന്തി മാഡം സാറിനോട് പറഞ്ഞതാ. അതാണോ ഇത്രയും നേരം സംസാരിക്കാനുള്ളത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ജയന്തിയും ഭർത്താവും തമ്മിലുള്ള സംസാരം ശ്രദ്ധിച്ച് കേൾക്കണോന്ന്. അത് ഞാൻ മുഴുവനും കേട്ടതാ. പിന്നെ സുധി സാറിനെ മടക്കിക്കൊണ്ടുവരാൻ നിരഞ്ജന മാഡത്തെ കൊണ്ട് പറയിപ്പിക്കണമെന്നും പറഞ്ഞു. ഞാനിവിടെ നിൽക്കുന്നതിൽ ജയന്തിക്കൊട്ടും താല്പര്യമില്ലെന്ന് എനിക്ക് നേരത്തെ തന്നെ തോന്നിയതാ. ജയന്തി ഇപ്പോ നിരഞ്ജനയുടെ മുറിയിലേക്ക് പോയിട്ടുണ്ട്. കുഞ്ഞിനെ എടുക്കാനെന്ന മട്ടില്ല നീ അങ്ങോട്ടൊന്ന് ചെല്ല്. എന്നിട്ട് പറയുന്ന എന്താണെന്ന് കേട്ടിട്ട് വാ. അത് പിന്നെ മാഡം ഞാൻ ചെല്ലടി അങ്ങോട്ട്. നീ ഇവിടെ നിൽക്കുന്നത് എന്റെ ഔദാര്യം കൊണ്ടാ. അത് നീ മറക്കരുത്. ചെല്ല്. രാത്രി നന്നായി പനിച്ചു. രാവിലെയാ പനിയൊന്ന് കുറഞ്ഞത്. വെളുക്കുവോളം ഞാനും അലിസും അവന്റെ കൂടെ ഇരുന്ന് നേരം വെളുപ്പിച്ചു. രാവിലെ മോനെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. 2-3 ദിവസം പനിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ ഇതുവരെ പനിച്ചിട്ടില്ല. പിന്നെ അവനിപ്പോ പാല് വല്ലതും കുടിക്കുന്നുണ്ടോ? പാല് കുടിക്കാൻ വലിയ പ്രയാസമാ. പിന്നെ ആലീസ് കൊണ്ടു നടന്ന് എങ്ങനെയെങ്കിലും അങ്ങ് കൊടുക്കും. പനി മാറുന്നത് വരെ അവനെ കൂടുതൽ ശ്രദ്ധിക്കണം. മോളിക്ക് തന്നെ ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. മോനെ, ആ അമ്മേ, ഇവിടുത്തെ ക്ലൈമറ്റ് കുഞ്ഞിന് താങ്ങാൻ കഴിയില്ല. നീ അതൊന്ന് മനസ്സിലാക്ക. ഇവിടെ വന്നിട്ട് നിരഞ്ജനെയും കുഞ്ഞിനെ തനിച്ചാക്കി തിരിച്ചു പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. നിനക്ക് എങ്ങനെ മാറി നിൽക്കാൻ കഴിയുന്നേ? ഞാൻ അധികകാലമൊന്നും ഇവിടെ നിൽക്കില്ലമ്മേ. മോനെ, നീ പെട്ടെന്നെങ്കിൽ തിരിച്ചു വാ. ഇനി കുഞ്ഞുമായി ഈ തണുപ്പിൽ കഴിയാൻ പാടില്ല. ഞാൻ ഇക്കാര്യം ഒരിക്കൽ ആകാശിനോട് സംസാരിച്ചതാ. കുറച്ചു മാസം ഇവിടെ നിൽക്കാതെ വരാൻ പറ്റില്ലമ്മേ. എന്തായാലും മോന്റെ ചോറൂണിന് മുമ്പ് ഞാൻ അവിടെ ഉണ്ടാവും. ആ അമ്മേ, ദേ ഡ്രൈവർ വന്നു. ഇറങ്ങാൻ സമയമായി. ഞാൻ വൈകിട്ട് വിളിക്കാം. ആ മോന്റെ ചോറൂണിന് വരാന്ന്. സുധിക്ക് തിരിച്ചു വരാൻ മനസ്സുണ്ട്. പക്ഷേ ആകാശ് വിടാത്തതാ. വിസ ശരിയാക്കട്ടെ എന്ന് ചോദിച്ച് ആകാശ് എന്നോട് സംസാരിച്ചിരുന്നു. ഇനി അതിന്റെ കുറവ് കൂടെ ബാക്കിയുള്ളൂ. ഇനി പനി വരാതിരുന്നാ മതിയായിരുന്നു. വാടി തളർന്നുപോയി. മുലപ്പാല് കിട്ടാത്തത് ഈ പ്രായത്തിലെ കുട്ടികൾക്ക് വലിയൊരു പ്രശ്നാ. പ്രതിരോധ ശക്തി കിട്ടാതെ വരും. അതാ ഇടയ്ക്കിങ്ങനെ പനി വരുന്നത്. അവനോട് തിരിച്ചു വരാൻ പറഞ്ഞ അവൻ കേക്കില്ല. മറ്റെവിടെയെങ്കിലും മാറി താമസിക്കാൻ പറഞ്ഞാൽ നീയും കേക്കില്ല. അനുഭവിക്കുന്നതൊന്നും അറിയാത്ത ഈ പാവം കുഞ്ഞു. സർ. ആ ഹേമനിരിക്കെ. ഹേമനെ ഞാൻ വിളിച്ചത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയാ. സർ പറഞ്ഞാൽ മാത്രം മതി. സുധിയും ഒരു പെണ്ണും തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ. ആ അവരിവിടുന്ന് സ്ഥലം വിട്ടു പോയില്ലേ സർ? അവരെ കൊണ്ടിപ്പോൾ ശല്യമൊന്നുമില്ല. സുധി അവൻ്റെ ഭാര്യ സിംഗപ്പൂരില്ല. പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. എന്താ സർ? അർച്ചന എന്ന അവളുടെ പേര്. അവളുടെ ചിറ്റപ്പൻ്റെ പേര് രാജപ്പൻ. അവരിപ്പോൾ താമസിക്കുന്നത് കൊല്ലം ജില്ലയിൽ തെന്മലയ്ക്കടുത്ത് റോസ്മലയിൽ. സർ, അർച്ചന എവിടെ ഉണ്ടെന്ന് അറിയുകയാണ് എൻ്റെ ലക്ഷ്യം. സുധിയുമായി ഒരു കണക്ഷനും ഇല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അവൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയണം. അവിടെ പോയി ഞാൻ അന്വേഷിക്കാം സർ. അത് വേണ്ട. ഹേമൻ ഒരു കാര്യം ചെയ്തു തന്നാൽ മതി. രാജപ്പന് 2 പെമ്മക്കളാ. മൂത്ത മകള് രേവതി, ഇളയത് അമ്പിളി. ഇവരുടെ പേരിൽ പോസ്റ്റ് ഓഫീസ് വഴിയോ ബാങ്ക് വഴിയോ ആരെങ്കിലും പണം അയക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. അന്വേഷിക്കാം സർ. അവരുടെ ബാങ്ക് മിക്കവാറും കുളത്തൂപ്പുഴയിലോ തെന്മലയിലോ ആവും.
പോസ്റ്റ് ഓഫീസ് റോസ്മലയിലുണ്ട്. ഡീറ്റെയിൽസ് 2 ദിവസത്തിനുള്ളിൽ ഞാൻ കണ്ടുപിടിക്കാം സർ. അവരുടെ അഡ്രസ്സ് അമ്പാടി വീട് റോസ്മല എന്നാണ്. രാജപ്പൻ രേവതി അമ്പിളി, അമ്പാടി വീട് റോസ്മല. ഇത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പണം അയക്കുന്നത് ആരോ ആയിക്കോട്ടെ, അവരുടെ പേര്, പണം ഡിപ്പോസിറ്റ് ചെയ്ത ബാങ്ക് എന്നിവ കൃത്യമായി അറിയണം സർ. ഇക്കാര്യം രാജപ്പൻ അറിയാനും പാടില്ല. അയാൾ അറിയാതെ ഞാൻ കൈകാര്യം ചെയ്തോളാം സർ. ശരി, എന്നാ താനിപ്പോ ചെല്ല്. സർ.